School of Professional Development, DePaul Institute of Science and Technology presents audio stories. Enjoy. ലോക സാഹിത്യത്തിലെ ഏറ്റവും നല്ല ചെറുകഥാകൃത്തുകളിൽ ഒരാളാണ് ഒ ഹെൻറി. ഒ ഹെൻറി എന്നത് തൂലികാനാമമാണ്. വില്യം സിഡ്നി പോട്ടർ എന്നതാണ് യഥാർത്ഥ പേര്. അപ്രതിഷ്ഠമായ കഥാന്ത്യം സൃഷ്ടിക്കുക എന്നതാണ് ഹെൻറി കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒ ഹെൻറി എഴുതിയ പ്രശസ്ത കഥകളിലൊന്നാണ് സമ്മാനം. ഡെല്ല ഇത് മൂന്നാമത്തെ തവണയാണ് ആ നാണയങ്ങൾ എണ്ണി നോക്കുന്നത്. $1 80 മാത്രം. ക്രിസ്മസിനാണെങ്കിൽ ഇനി ഒരു രാത്രി കൂടി ഉള്ളുതാനും. തുച്ഛ വരുമാനക്കാർ താമസിക്കുന്ന ഫ്ളാറ്റുകളിലൊന്നിലെ വില കുറഞ്ഞ സോഫയിലിരുന്ന് കരയുവാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. താഴ്ത്ത നിലയിൽ സ്ഥാപിച്ചിരുന്ന അവരുടെ തപാൽ പെട്ടിയിൽ ജെയിംസ് ഡില്ലിംഗ്ഹാം യങ് എന്നെഴുതി വെച്ചിരുന്നു. പണ്ട് ജെയിംസിന് ആഴ്ചയിൽ $30 ശമ്പളം കിട്ടിത്തുടങ്ങിയ കാലത്താണ് പേരിനോടൊപ്പം ഡില്ലിംഗ്ഹാം എന്ന് ചേർത്തത്. ഇപ്പോൾ ശമ്പളം $20 കുറഞ്ഞതുകൊണ്ടോ എന്തോ പേരിന്റെ അവസാനവും തേഞ്ഞുമാഞ്ഞ് വെറുമൊരു ഡി ആയി തീർന്നു. പക്ഷേ വരുമാനം കുറഞ്ഞെങ്കിലും ജിമ്മിനോടുള്ള ഡെല്ലയുടെ സ്നേഹത്തിന് ഒട്ടും കുറവുണ്ടായില്ല. വൈകുന്നേരം ജിം ജോലി കഴിഞ്ഞെത്തുമ്പോൾ അവൾ ആവേശപൂർവ്വം വാതിക്കൽ ഓടിയെത്തി അയാളെ സ്വീകരിക്കും. ജിമ്മും ഡെല്ലയും ഏറെ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന 2 വസ്തുക്കളുണ്ടായിരുന്നു. ജിമ്മിന് മുത്തശ്ശൻ സമ്മാനിച്ച സ്വർണ്ണ വാച്ചും, പിന്നെ ഡെല്ലയ്ക്കാണെങ്കിലോ അവളുടെ നീണ്ട മുടിയും. പക്ഷേ ക്രിസ്മസ് നാളെയല്ലേ? ഒരു ചില്ലി പോലും പാഴാക്കാതെ മാസങ്ങളോളം മിച്ചം വെച്ചിട്ടും ജിമ്മിനൊരു ക്രിസ്മസ് സമ്മാനം നൽകാൻ അവളുടെ കയ്യിൽ പണം തികഞ്ഞില്ല. അവൾ ഒരിക്കൽ കൂടി കണ്ണാടി നോക്കി. തന്റെ സമൃദ്ധമായ മുടി അഴിച്ചു കെട്ടി. ഒരു നിമിഷം നിശ്ചലയായി നിന്നു. 2 കണ്ണുനീർത്തുള്ളികൾ താഴെ ചുവന്ന പർവ്വതാനയിൽ വീണു ചിതറി. പിന്നെ എവിടെ നിന്നോ കൈവന്ന ഉത്സാഹത്തോടെ ആവേശത്തോടെ അവൾ കോണിപ്പടികളിറങ്ങി തെരുവിലെത്തി. അവൾ അവിടെ ഒരു കൊച്ചു കട കണ്ടു. ആ കടയിലെ സ്ത്രീയോട് അവൾ ചോദിച്ചു, "എന്റെ മുടി നിങ്ങൾ വിലക്കെടുക്കുമോ?" "വാങ്ങാം, അകത്തേക്ക് വരൂ. തൊപ്പിയൊന്ന് മാറ്റൂ, ഞാനൊന്ന് കാണട്ടെ." "ഇതിനൊരു $20 തരാം. എന്താ?" ആ സ്ത്രീ മറുപടി നൽകി. "എങ്കിൽ വേണ്ടത് മുറിച്ചെടുത്തിട്ട് പണം തരൂ, വേഗമാകട്ടെ." ഡെല്ലയ്ക്ക് തിടുക്കമായി. ഡെല്ല ജിമ്മിനുള്ള സമ്മാനം തിരഞ്ഞു നടക്കുന്നതിനിടയിൽ 2 മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞില്ല. ഒടുവിൽ അവൾ അത് കണ്ടെത്തി. സ്വർണ്ണവാച്ചിന് ചേർന്ന സുന്ദരമായ ഒരു സ്വർണ്ണ ചെയിൻ. നല്ല ഉതുക്കം, അതേസമയം നല്ല വിലയുമുണ്ട്. ജിമ്മിന് പറ്റിയതു തന്നെ. വീട്ടിലെത്തിയ ഉടനെ ഡെല്ല മുടി ചുരുട്ടുന്നതിൽ മുഴുകി. "ഷോ, മുടി പോയപ്പോൾ ആകെ വല്ലാണ്ടിരിക്കുന്നു. ഇത് കണ്ട് ജിം എന്നെ കളിയാക്കി കൊല്ലുന്നാ തോന്നുന്നേ. പക്ഷേ ഇതല്ലാതെ മറ്റൊരു വഴി വേണ്ടേ?" അവൾ അവളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ 7 മണി ആയപ്പോഴേക്കും കാപ്പി തയ്യാറാക്കി കഴിഞ്ഞു. ആട്ടിറച്ചി പൊരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കോണിപ്പടിയിൽ ജിമ്മിന്റെ കാലൊച്ച കേട്ടു. ദൈവമേ, എന്റെ ഈ കോലം കണ്ടാൽ ജിം എന്ത് കരുതുവാവോ? അവൾ പരിഭ്രാന്തിയിലായി. വാതിക്കലെത്തിയ ജിം ഡെല്ലയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. അവൾ പെട്ടെന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ജിം എന്നെ ഇങ്ങനെ നോക്കല്ലേ. മുടി പെട്ടെന്ന് വളരും. അങ്ങേക്ക് ഒരു ക്രിസ്മസ് സമ്മാനം വാങ്ങാനാണ് ഞാൻ അത് വിറ്റത്." വളരെ പണിപ്പെട്ട് ജിം ഒടുവിൽ സംസാരിച്ചു. അയാൾ അത്രയും സ്തംഭിച്ചു പോയിരുന്നു. "എന്ത്? നീ മുടി മുറിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല." അവൾ വളരെ സങ്കടത്തോടെ മറുപടി നൽകി. "ക്ഷമിക്കൂ ജിം, അങ്ങേക്ക് വേണ്ടിയാണ് അത് ഞാൻ നഷ്ടപ്പെടുത്തിയത്. മുടിയുടെ നീളം കുറഞ്ഞതുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് വരുമോ? ഇതുകൊണ്ടൊന്നും എന്റെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല." ജിം അവന്റെ കയ്യിലിരുന്ന ഡെല്ലയ്ക്ക് വേണ്ടിയുള്ള സമ്മാനപ്പൊതി അവളിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, "ഈ പാക്കറ്റ് നീ തുറന്നു നോക്കുമ്പോൾ ഞാൻ എന്താണ് ആദ്യം അമ്പരന്നതെന്ന് നിനക്ക് മനസ്സിലാകും." അവൾ സാവധാനം പൊതി തുറന്നു. അവളിൽ നിന്നും ആഹ്ലാദസൂചകമായ ഒരു ശബ്ദമുയർന്നു. പക്ഷേ തൊട്ടു പിന്നാലെ നേരിയ തേങ്ങലോടൊപ്പം കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു. ആമത്തോടുകൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ 2 മുടിപ്പിന്നുകളായിരുന്നു അതിൽ. വിലയേറിയ അവ രണ്ടിനും അവളുടെ നീണ്ട മുടിക്ക് ഇണങ്ങുന്ന നിറം തന്നെയായിരുന്നു. നേരത്തെ ഒരിക്കൽ ഡെല്ല അവ രണ്ടും ഒരു കടയിലിരിക്കുന്നത് കണ്ട് കൊതിച്ചു നോക്കി നിന്നിട്ടുണ്ട്. അവ സ്വന്തമാക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സുന്ദരമായ മുടിപ്പിന്നുകൾ സ്വന്തമായപ്പോൾ അവ കുത്തിയണിയേണ്ട മുടിച്ചുരുളുകൾ നഷ്ടപ്പെട്ടിരുന്നു. പെട്ടെന്നാണ് അവൾ ജിമ്മിനുള്ള സമ്മാനത്തെക്കുറിച്ച് ഓർത്തത്. ഡെല്ല ആവേശപൂർവ്വം അത് നീട്ടിയപ്പോൾ അവളുടെ കണ്ണുകളിൽ സ്നേഹം തുളുമ്പി നിന്നു. അവൾ പറഞ്ഞു,
ജിം, ഈ ചെയിനിന് നല്ല ഭംഗിയില്ലേ? നിങ്ങളുടെ വാച്ചിന് ചേരും. നോക്കിക്കേ, ഇനി നിങ്ങൾ ദിവസവും 100 തവണ വാച്ച് നോക്കും. അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ ജിമ്മിന് ഇതൊക്കെ കണ്ട് എന്താണ് പറയേണ്ടതെന്നറിയില്ല. അവൻ മറുപടി നൽകി, പ്രിയപ്പെട്ട ഡെല്ല, നമുക്ക് ഈ സമ്മാനങ്ങൾ രണ്ടും മാറ്റിവെക്കാം. വിഷമിക്കരുത്. മോൾക്ക് മുടിപ്പിന്നുകൾ വാങ്ങാൻ വേണ്ടി ഞാൻ വിറ്റത് എന്റെ വാച്ചാണ്. ഈ കഥയ്ക്ക് ദി ഗിഫ്റ്റ് ഓഫ് മാജായ് എന്ന് പേരുകൂടിയുണ്ട്. ഉണ്ണി യേശുവിനെ കാണാൻ കിഴക്കു നിന്നെത്തിയ 3 രാജാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആദ്യമായി ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുത്തത് അവരാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഡെല്ലയും ജിമ്മും ആ രാജാക്കന്മാരെ പോലെയാണ്. പരസ്പരം സമ്മാനങ്ങൾ നൽകുവാൻ വേണ്ടി അവർ ഇരുവരും തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്തുക്കൾ കൈവിടിഞ്ഞു. ആ സമ്മാനങ്ങൾ വ്യക്തമായിട്ടില്ല. കാരണം ആ മുടിപ്പിന്നുകളിലൂടെ, വാച്ചിന്റെ സ്വർണ്ണ ചെയിനിലൂടെ അവർ തങ്ങളുടെ അളവറ്റ സ്നേഹമാണ് കൈമാറിയത്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അമൂല്യമായ സമ്മാനങ്ങൾ. സ്കൂൾ ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഈ പുതിയ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇത് വായിച്ചത് അനിത ഷാജൻ, BBA 22, ഡെസ്റ്റ്, അങ്കമാലി.